ശ്രീ യു ആർ പ്രദീപ്. സാർ, ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് സാർ. നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ അദ്ദേഹം നന്നായി ഈ വിഷയം വേഗത്തിൽ പഠിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും സംയുക്തമായി ഈ കാര്യത്തിലുമുള്ള ആലോചിക്കേണ്ടതാണ്. എൻ്റെ ചോദ്യം, ചേലക്കരയിൽ എല്ലാ ദിവസവും ഞാൻ ഇന്നലെ സബ്മിഷൻ അവതരിപ്പിച്ചു. ഇന്നലെ രാത്രിയും ഈ വീട് മുറ്റത്തും പുറകിലും എല്ലാം വന്ന് വലിയ ഭീതിയിലാണ് സാർ ആളുകൾ. അവിടെ ചേലക്കരയെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പീച്ചി ഭാഗത്ത് നിന്നാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങോട്ട് വരുന്ന ഭാഗം ചെറിയൊരു ഭാഗമാണ് സാർ. അവിടെ ഉദ്യോഗസ്ഥരെ യോഗം വിളിച്ചു കൂട്ടിയപ്പോൾ ആ യോഗത്തിനകത്ത് അവർ പറഞ്ഞ നിർദ്ദേശം ഈ ആനകളെ നമുക്ക് ഉൾക്കാട്ടിലേക്കാക്കി അവിടെ നമുക്കിത് ഈ ഹാങ്ങിങ് ഫെൻസിങ്ങോ എന്തെങ്കിലും ചെയ്യും. അത്തരം ചിലവ് വേണമെങ്കിൽ MLA ഫണ്ടൊന്നും വെക്കാൻ കഴിയും സാർ. പക്ഷേ ഇവിടെ അതിനൊരു ദൗത്യം ഉണ്ടാക്കാൻ അടിയന്തരമായി ഒരു ഇടപെടൽ നടത്തി തരാൻ കഴിയുമോ എന്നതാണ് സാർ എൻ്റെ ചോദ്യം. സാർ, ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞ പ്രസക്തമാണ്. ഇന്നലെ ഞാൻ മറുപടി പറഞ്ഞതാണ് സാർ. ഇത് കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയല്ല. 14 ആനകൾ ഈ എന്തോ എന്ന് പറയുന്നില്ല ടണൽ കുതിരാൻ ഇത് വന്നതിന് ശേഷം അന്നത്തെ ചില അബദ്ധങ്ങൾ കൊണ്ട് മാത്രം അന്ന് റെയിൽ ഫെൻസ് സൃഷ്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല, ആനത്താര മുറിയുമെന്ന് പറഞ്ഞിട്ട് 14 ആനകൾ ഇപ്പുറത്തെ പ്രദേശത്ത് ഇറങ്ങി സാർ. പിന്നെ നമ്മളൊരു സോളാർ ഫെൻസ് ഇട്ടു. അന്നേരം ഇപ്പുറത്ത് ഇറങ്ങിയതിന് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ 14 എണ്ണത്തിൽ 2 എണ്ണം തിരിച്ചു പോയി, 12 എണ്ണം അവിടെ തന്നെ ഉണ്ട്. ഒരു സ്പെഷ്യൽ ഡ്രൈവ് നമുക്ക് അതിനു വേണ്ടി നടത്താം. അതിന് ഒത്തിരി പരിമിതിയുണ്ട്. സ്പെഷ്യൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റ് ജനവാസ മേഖലയിലേക്ക് പോകാൻ നോക്കണം, പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിരമ്പള്ളിയിലുള്ളത് വെച്ചുകൊണ്ട് ഒരു മരണത്തെ തുടർന്ന് 100 പേരുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെ തയ്യാറാക്കി ചെയ്യുകയാണ്. എല്ലാത്തിനും ഉള്ള ഫോഴ്സ് നമ്മുടെ കയ്യിലില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയും 500 പേരുടെ ഒരു സ്പെഷ്യൽ ഫോഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അതിനെ തുടർന്ന് നമുക്ക് അതിൻ്റെ തീവ്രത വെച്ച് ഓരോ പ്രദേശമായിട്ട് അഡ്രസ്സ് ചെയ്യാം. അതാണ്.